നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യ ചെലവഴിക്കുന്നത് $50 കോടി. സൗദി ആരോഗ്യമന്ത്രി ഡോക്ടർ തൗഫീഖ് അൽ റാബിയയാണ് ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയത്. നവംബർ 21, 22 തീയതികളിലായി സൗദിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന G20 ഉച്ചകോടിയോടനുബന്ധിച്ചുള്ള ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗവേഷണത്തിന് കൂടുതൽ തുക വേണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഭാവിയിൽ കോവിഡ് പോലുള്ള വൈറസുകളുടെ കനത്ത ആഘാതങ്ങളിൽ നിന്ന് ലോകത്തെ രക്ഷിക്കണമെങ്കിൽ ലോകരാഷ്ട്രങ്ങൾ വാക്സിൻ ഗവേഷണത്തിനായി കൂടുതൽ തുക മാറ്റിവെക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറയുകയായിരുന്നു. G20 മനുഷ്യജീവൻ സംരക്ഷിക്കാൻ എന്നതായിരുന്നു ആഗോളതലത്തിലെ പ്രമുഖരെ പങ്കെടുപ്പിച്ച് നടത്തിയ ചർച്ചയുടെ പ്രമേയം എന്നത്. ദേശീയ തലത്തിൽ കോവിഡ് പ്രതിരോധം ശക്തമാക്കാൻ അത്ഭുതപൂർവമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചതെന്നും അദ്ദേഹം അറിയിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും ഏറ്റവും ഉയർന്ന പരിഗണന നൽകുന്നതിന്റെ ഭാഗമായിരുന്നു ഈ നടപടികൾ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹജ്ജ്, ഉംറ തീർത്ഥാടനങ്ങൾക്ക് എത്തുന്ന ജനലക്ഷങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ ആരോഗ്യ സുരക്ഷ കണക്കിലെടുത്ത് കോവിഡ് പ്രതിരോധ മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഒരുക്കിയ ആദ്യ രാജ്യങ്ങളിലൊന്നാണ് സൗദി എന്നും അദ്ദേഹം അവകാശപ്പെടുകയുണ്ടായി. രാജ്യത്തിനകത്ത് കഴിയുന്നവരുടെയും പുറത്തുനിന്നെത്തുന്നവരുടെയും ക്വാറന്റൈൻ ചികിത്സാ നടപടികൾ കാര്യക്ഷമമാക്കാൻ ഈ ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ സാധിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം തന്നെ കോവിഡ് മഹാമാരി സങ്കല്പിക്കാനാവാത്ത ആഘാതമാണ് ആഗോളതലത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് സൗദി അന്താരാഷ്ട്രകാര്യ സഹമന്ത്രി അബ്ദുൽ അസീസ് അൽ റഷീദ് അഭിപ്രായപ്പെടുകയും ചെയ്തു. ആരോഗ്യ, സാമൂഹ്യ, സാമ്പത്തിക മേഖലകളിൽ അതുണ്ടാക്കിയ വെല്ലുവിളികൾ ചെറുതൊന്നുമല്ല. ഈ വെല്ലുവിളികളെ നേരിടുന്നതിൽ ആഗോള സഹകരണം വളർന്നു വരണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇക്കാര്യത്തിൽ പിന്തുണ ആവശ്യമുള്ള രാജ്യങ്ങളെ സഹായിക്കാൻ G20 രാജ്യങ്ങൾ മുന്നോട്ട് വന്നിട്ടുമുണ്ട്. കോവിഡ് വെല്ലുവിളികളെ അതിജീവിക്കുന്നതിനായി ദരിദ്ര രാഷ്ട്രങ്ങൾക്ക് ഇതിനോടകം തന്നെ $14 ബില്യൺ G20 രാഷ്ട്രങ്ങൾ നൽകിക്കഴിഞ്ഞതായും അദ്ദേഹം അറിയിക്കുകയായിരുന്നു. അങ്ങനെ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ വെർച്വൽ രീതിയിലാണ് G20 ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. രാഷ്ട്രതലവന്മാരും മന്ത്രിമാരും ഓൺലൈൻ വീഡിയോ കോൺഫറൻസ് വഴി റിയാദ് ഉച്ചകോടിയിൽ പങ്കാളികളാവുകയും ചെയ്യും. കോവിഡ് മഹാമാരി ഉയർത്തുന്ന സാമ്പത്തിക, സാമൂഹ്യ, ആരോഗ്യ വെല്ലുവിളികൾ, ആഗോള താപനം ഉയർത്തുന്ന ഭീഷണി തുടങ്ങിയവയാണ് ഇത്തവണത്തെ G20 ഉച്ചകോടിയുടെ പ്രധാന അജണ്ടയായി പറയപ്പെടുന്നത്. എന്നിരുന്നാലും കൂടുതൽ പ്രതീക്ഷയോടെയാണ് ലോകരാഷ്ട്രങ്ങൾ G20 ഉച്ചകോടിയെ ഉറ്റുനോക്കുന്നത്. മാത്രമല്ല, കൊറോണ വ്യാപനത്തെ തുടർന്നുള്ള ഈ പശ്ചാത്തലത്തിൽ നടന്നുവരുന്ന G20 ഉച്ചകോടി പുതിയ പ്രതീക്ഷകൾ നൽകുമെന്നതിൽ യാതൊരു സംശയമില്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.